നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വാടാനപ്പള്ളിയിലും വോട്ടിന് കിറ്റ്. പ്രതിഷേധവുമായി UDFും LDFും. അന്തിക്കാട് നിയന്ത്രണം വിട്ട കാർ ഹോട്ടലിലേക്ക് ഇടിച്ചു കയറി 3 പേർക്ക് പരിക്കേറ്റു. റാലിയും പൊതുയോഗങ്ങളുമായി തിരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. മണലൂർ നിയോജക മണ്ഡലത്തിലെ വാടാനപ്പള്ളിയിൽ സ്വകാര്യ ഗോഡൌണിൽ വോട്ടിനു വേണ്ടി കിറ്റ് തയ്യാറാക്കിയെന്ന് ആരോപണം. ഞാൻ പുറത്ത് രക്ഷപ്പെടാൻ അനുവദിച്ചിട്ടില്ല. ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഒരാൾ രക്ഷപ്പെട്ട് പുറത്തുണ്ട്. വണ്ടി പുറത്തുണ്ട്. ഈ ഇടപെടൽ ശരിയല്ല. എന്നെ കൊണ്ട് പരാതിക്കാരനാക്കിക്കരുത്. പരാതിക്കാരനാക്കി കഴിഞ്ഞാൽ ആരോന് ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെ വിളിച്ചതിന് ശേഷമാണ് ചാനലുകാരെ വിളിച്ചത്. ചാനലുകാർ തൃശ്ശൂരിൽ നിന്ന് എല്ലാ ലീഡിങ് ചാനലും ഇവിടെ എത്തി. പാവട്ടിയുള്ള നമ്മുടെ സ്കോഡ് ഇവിടെ എത്തിയില്ലെന്ന്. അത് ഞങ്ങൾ അംഗീകരിക്കില്ല. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ കയറി ഈ പറയുന്ന BJP നേതാവിനെ പിടിച്ച് പോലീസിൽ റോഡിൽ കെട്ടിയിടും. പോലീസിൽ ഏൽപ്പിക്കുന്ന പണിയില്ല, റോഡിൽ കെട്ടിയിടും. അതിന് സൂപ്പർ മാർക്കറ്റ് കേന്ദ്രീകരിച്ച് തിരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടി BJPയുടെ നേതൃത്വത്തിൽ ഭക്ഷ്യക്കിറ്റ് തയ്യാറാക്കുന്നുവെന്നാരോപിച്ച് കേന്ദ്രം UDF പ്രവർത്തകർ വളയുകയായിരുന്നു. പിന്നാലെ LDF പ്രവർത്തകരും സ്ഥലത്തെത്തി. UDF സ്ഥാനാർത്ഥി TN പ്രതാപന്റെ നേതൃത്വത്തിൽ പ്രവർത്തകരെത്തി. തുടർന്ന് സ്ഥലത്തെത്തിയ BJP പ്രവർത്തകരും UDF പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. ഞാനടക്കം പുറത്തു വെക്കാം. പക്ഷെ ഇല്ലാതെ ഇനി ഒറ്റ കാര്യമുണ്ട്. ഇതിനകത്ത് നിങ്ങൾ ഈ പറയുന്ന പോലെ ചെയ്തില്ലെങ്കിൽ നിങ്ങളും പുറത്തു പോകില്ല. 100%. അതെന്നാ വളരെ റെസ്പോൺസിബിലിറ്റിയോട് കൂടി പറയാം. ഞാനൊരു 3 തവണ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു. ഞാൻ ആ റെസ്പോൺസിബിലിറ്റിയോട് കൂടി പറയുന്നത്, നിങ്ങൾ ഇതിനകത്ത് എന്തെങ്കിലും രീതിയിൽ ഫൗൾ പ്ലേ കാണിക്കുകയോ നിങ്ങൾ നിങ്ങൾ അനാസ്ഥ കാണിക്കുകയോ ചെയ്താൽ നിങ്ങളെ ഞങ്ങളോട് പറഞ്ഞേക്കില്ല. തളിക്കുളത്തെ സ്വകാര്യ വ്യക്തിയുടെ വീടിനോട് ചേർന്നുള്ള സ്വകാര്യ ഗോഡൌണിന് മുൻപിലാണ് പ്രതിഷേധം. മരണാനന്തര സഹായ സമിതിയുടെ പേരിൽ ഇവിടെ കിറ്റ് വിതരണം ചെയ്യുന്നുവെന്നാണ് പ്രധാന ആരോപണം. എന്നാൽ BJP നേതാവും നടനുമായ ദേവന്റെ നേതൃത്വത്തിൽ വോട്ടഭ്യർത്ഥിച്ചെത്തിയ സംഘത്തെ വീടിനകത്ത് തടഞ്ഞുവച്ചിരിക്കുകയാണെന്ന് BJP ആരോപിച്ചു. ഒരു പങ്കുമില്ല. കാര്യം ഞങ്ങളുടെ നേതാക്കന്മാരായിട്ട് രണ്ടുപേരും, ദേവനും അതുപോലെ തന്നെ ബഗീഷ് പുരാണം, OBC സംസ്ഥാന സെക്രട്ടറി, രണ്ടുപേരും
പ്രധാന വ്യക്തികളെ സമ്പർക്കം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. ആ നേരത്താണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായത്. ബഗീഷ് മുകളിൽ അവരെ കാണാനായിട്ട് ഇതിൻ്റെ മുതലാളിയെ കാണാനായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അയാളെ നമുക്ക് ഈ വോട്ടർമാരെ നമ്മൾ കാണും. ഇപ്പോൾ ഒരു കുടുംബയോഗം കഴിഞ്ഞ് നിരവധി ആൾക്കാരെ കഴിഞ്ഞ് വരികയാണ്. ദേവൻ അങ്ങനെ പ്രധാനപ്പെട്ട നമ്മൾ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ മുഴുവൻ കാണും. മണലൂർ മണ്ഡലത്തിലും വാടാനൂർ മണ്ഡലത്തിലൊക്കെ ഇന്നലെ അരിമ്പൂരൊക്കെ നടന്നിട്ടുള്ളതാണ്. നിങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ ഭാഗമായിട്ട് വന്നാണ്. ഒരു കിറ്റ് കൊടുക്കുന്നൊക്കെയുള്ളത് ഇവിടെ ഒരു ആരോപണമാണ്. ഇതൊരു വ്യാപാര സ്ഥാപനമാണ്. അവരിഞ്ഞ് കിറ്റ് ഉണ്ടാക്കുന്നുണ്ടോ അവരവരുടെ സ്ഥാപനങ്ങളിലേക്ക് അത് കൊടുത്തേക്കുന്നുണ്ടോ നമുക്കറിയില്ല. നമുക്കറിയുന്ന കാര്യം നമ്മുടെ ലീഡേഴ്സിനോട് തടഞ്ഞു വെച്ചാണ് ഇപ്പോൾ നമ്മളിവിടെ വരുന്നത്. അത് BJP ആണ് ഈ 2 നിയോജകമണ്ഡലങ്ങളിലും വിജയ സാധ്യതയിൽ മുന്നിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും ആ വിജയ സാധ്യത തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ കൊണ്ടുപിടിച്ചിട്ടുള്ള ദുരാരോപണങ്ങളാണ് ഈ നടക്കുന്നത്. മുഴുവൻ ഒരു തരത്തിലും ഒരു കഴമ്പുമില്ലാത്തതും BJPക്കോ NDAക്കോ യാതൊരു പങ്കാളിത്തവും ഇല്ലാത്ത കാര്യത്തെ സംബന്ധിച്ചിട്ടാണ് ഈ തടിച്ചുകൂടൽ. ഈ അവരുടെ ആക്രോശങ്ങളും ഈ അങ്കലാപ്പും ഇതെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് തോൽവിയെ മുന്നിൽ കണ്ടുകൊണ്ടുള്ളതാണ്. 4000 കിറ്റുകൾ തയ്യാറാക്കിയെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. സംഭവമറിഞ്ഞ് വടാനപ്പള്ളി പോലീസും ഇലക്ഷൻ കമ്മീഷൻ സ്ക്വാഡും സ്ഥലത്തെത്തിയിട്ടുണ്ട്. പെരുമാറ്റച്ചട്ടം ലംഘിച്ച് സൗജന്യ ഭക്ഷ്യ കിറ്റ് വിതരണത്തിനെതിരെ സ്റ്റേറ്റ് ഇലക്ഷൻ ഓഫീസർക്കും മണലൂർ റിട്ടേണിംഗ് ഓഫീസർക്കും UDFന്റെ ചീഫ് ഇലക്ഷൻ ഏജന്റ് പരാതി നൽകി. BJP നേതാവ് ഉള്ളിലുണ്ട്. ഒന്ന്, നിങ്ങൾ പോലീസിനോട് BJP നേതാവിനെ അറസ്റ്റ് ചെയ്യണം. 2 സാധനങ്ങൾ കസ്റ്റഡി എടുക്കണം. ഈ സ്ഥാപനം സീസ് ചെയ്യണം. ഇന്ന് ഇത് തന്നെയാണ് കൊണ്ടുവന്ന് ചെയ്യുന്നത്. സ്ഥാപനം സീസ് ചെയ്യണം, സാധനങ്ങൾ സീസ് ചെയ്യണം. ഈ ആളുകളെ നിങ്ങൾ പോലീസിനോട് അറസ്റ്റ് ചെയ്യണം. സിറ്റുവേഷൻ എന്താണെന്നുള്ളത് കിറ്റ് സ്വാതന്ത്ര്യം ഭരണഘടന സമിതിക്ക് പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല. സ്വാതന്ത്ര്യത്തിന്റെ സെക്രട്ടറി പ്രസിഡന്റ് വിളിച്ചപ്പോൾ അവർക്ക് സംഭവം അറിയില്ല. BJP സതീഷ് എന്ന് പറയുന്ന ഒരാൾക്കാണ് ഇത് പാക്ക് ചെയ്തിട്ടുള്ളതെന്ന് പിന്നെ ഇവിടുത്തെ ഉടമസ്ഥൻ പറയണം. മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്നലെ കിട്ടി 2000 കിറ്റുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. 15,000 കിറ്റാണ് മണലൂർ നിയോജകമണ്ഡലത്തിൽ കൊടുക്കാൻ വേണ്ടി ഇവിടുന്ന് പാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ 2000-ഓളം കിറ്റ് പിടിക്കുന്നുണ്ട്. വീണ്ടും പാക്ക് ചെയ്തുകൊണ്ടിരിക്കും. കൊണ്ടുപോകാൻ വേണ്ടി 4 വണ്ടി പുറത്തേക്ക്, 4 വാഹനങ്ങൾ പുറത്തേക്കാണ്. ഇപ്പോൾ 4000 കിറ്റ് കൊണ്ടുപോകാൻ വേണ്ടിയില്ല. 4000 കിറ്റ് കൊണ്ടുപോകാൻ വേണ്ടി 4 വാഹനങ്ങൾ പുറത്തേക്കുന്നു. പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ ഇതിൻ്റെ BJPയുടെ സംസ്ഥാന നേതാവ്, അവരുടെ OBC മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുകളിൽ നിൽക്കുകയാണ്. ഇത് കൃത്യമായും ഇലക്ഷൻ വയലേഷൻ ആണ് പൂർണ്ണമായും. അതുകൊണ്ടാണ് ഇത് എല്ലാവരും കൂടി ഇത് കണ്ടുപിടിച്ചത്. ഇപ്പം RSSഉം സംഘപരിവാറും കൂടി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി, ജനങ്ങളുടെ ജനാധിപത്യ അവകാശത്തെ വിലക്കി വാങ്ങാൻ വേണ്ടി BJPയും RSSഉം സംഘപരിവാറും കൂടി പ്ലാൻ ചെയ്ത ഒന്നാണ് ഈ ഇപ്പോൾ ആളുകൾ കിറ്റ് വിതരണം. ഇതിലെന്താണ് ഭാഗത്ത് നിന്ന് നടപടി എന്ന് പറയുന്നത്? എന്താണ് പരാതിയെ കൊണ്ടിരിക്കുന്നത്? ഈ UDF ബൂത്ത് തലത്തിൽ ഇതിന് പരിശോധിക്കാൻ അനന്തമായി സംഘം നിയോഗിക്കുകയാണെന്നാണ് അവർ പറയുന്നത്. LDF ഭാഗത്ത് എങ്ങനെയാണ്? നമ്മുടെ ശ്രദ്ധയിൽ എന്തെങ്കിലും പെട്ടിട്ടുണ്ടോ? നേരത്തെ ഇങ്ങനെ വിതരണമൊക്കെ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഞങ്ങളിവിടെ എത്തിയത്. ആ ശ്രദ്ധയിൽപ്പെട്ടത് തീർച്ചയായിട്ടും അതിനെതിരെ അതിശക്തമായിട്ടുള്ള ഏത് തരത്തിലുള്ള പൂർണ്ണമായിട്ടും ജനകീയമായ കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടി BJP ബോധപൂർവം ഉത്തരേന്ത്യൻ മാതൃകയിൽ കേരളത്തെ മാറ്റിത്തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. കോളനികൾ കേന്ദ്രീകരിച്ച് സാരി വിതരണം നടത്തുക, സെറ്റുമുണ്ട് വിതരണം നടത്തുക, കോളനികൾ കേന്ദ്രീകരിച്ച് കിറ്റ് വിതരണം നടത്തുക. ഇന്നലെ വളരിയിൽ ഇത്തരം സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിനെ തുടർന്നാണ് വാടാനപ്പള്ളിയിലും ഏകദേശം 4000 കിറ്റുകളാണ് അതിനാവശ്യമായ സാധനങ്ങൾ പാക്ക് ചെയ്യുന്ന പ്രവർത്തനം ആരംഭിച്ചത്. പ്രദേശത്ത് UDF BJP പ്രവർത്തകർ തമ്മിൽ സംഘർഷാവസ്ഥ ഏറെ നേരം നിലനിന്നിരുന്നു.
അവനാണ് ഭീകരവാദികളുടെ പൈസ, അവനാണ് അവനാണ് ഭീകരവാദികളുടെ പൈസ ഉപയോഗിക്കുന്നത്. ഞങ്ങള് ഗ്രഹസമ്പർക്കത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങള് ജയിക്കുന്നപ്പോ ഇവര് ഞങ്ങളുടെ വർക്ക് തടയാൻ ശ്രമിക്കുകയാണ്. അന്തിക്കാട് നിയന്ത്രണം വിട്ട കാർ ഹോട്ടലിലേക്ക് ഇടിച്ചു കയറി 3 പേർക്ക് പരിക്ക്. ഒഴിവായത് വൻ ദുരന്തം. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:45 അന്തിക്കാട്ടുള്ള സ്വകാര്യ കല്യാണ മണ്ഡപത്തിൽ നിന്നിറങ്ങി വന്ന കാർ നിയന്ത്രണം വിട്ട് റോഡിൽ നിന്നയാളെ ഇടിച്ചിട്ട ശേഷം എതിർവശത്തുള്ള ഹോട്ടലിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. ഹോട്ടലിലെ മേശയും കസേരയും തകർത്ത് ചുമരിലിടിച്ചാണ് കാർ നിന്നത്. ഈ സമയം ഹോട്ടലിൽ ആകെ ഒരാൾ മാത്രമാണ് ഭക്ഷണം കഴിക്കാൻ ഇരുന്നിരുന്നത്. കൂടുതൽ ആളുകൾ ഇല്ലാത്തതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. ആഘാതത്തിൽ ഇയാൾക്ക് പരിക്കേറ്റു. കാർ ഹോട്ടലിന്റെ ചുമരിലിടിച്ചാണ് നിന്നത്. ഹോട്ടലിന്റെ ഉടമ ഈ സമയം പുറത്തായിരുന്നു. ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിരുന്ന ആൾക്കും കാർ ഡ്രൈവർക്കും റോഡിൽ നിന്ന ആൾക്കുമാണ് പരിക്ക്. ഇവരെ ഒളരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും നടത്തി. റാലി പോളി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് പരിസരത്ത് സമാപിച്ചു. പൊതുയോഗത്തിൽ LDF നാട്ടിക പഞ്ചായത്ത് ചെയർമാൻ മണി നാട്ടിക അധ്യക്ഷനായി. CN ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും എടുത്ത് പരിശോധിക്കുക. ഇദ്ദേഹം ഈ പോലീസ് ഓഫീസർ പറയുന്നത് പിന്നീട് പരിശോധിക്കേണ്ടത് ഒരു രാജ്യത്തെ തൊഴിൽശാലകൾ തൊഴിലെടുക്കാനുള്ള സൗകര്യങ്ങളും. ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് പറയും, ആരൊരു കമ്പനി തുടങ്ങിയാൽ ഉടനെ കുടികുത്തി, ഉടനെ യൂണിയനായി, സമരമായി അത് പൂട്ടിച്ചു. വലിയ ആക്ഷേപമായിരുന്നു. കാരണം തൊഴിലാളിക്ക് ശരിയായ രൂപത്തിൽ കൂലി കിട്ടാത്ത കാലത്ത് ഞങ്ങൾ യൂണിയൻ ഉണ്ടാക്കിയിട്ടുണ്ട്, സമരം ചെയ്തിട്ടുണ്ട്. ഇന്ന് ഏത് UDF-കാരനോടോ BJP-കാരനോടോ ഞങ്ങൾ ചോദിക്കട്ടെ, കേരള സംസ്ഥാനത്ത് തൊഴിലാളി പണിമുടക്കിയിട്ട് ഏതെങ്കിലും സ്ഥാപനം പൂട്ടിക്കിടക്കുന്നുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സൗഹൃദപൂർവ്വം പിടിച്ചു നിർത്തി എന്നോട് പറയാം, ഉണ്ട് സഖാവേ, വലപ്പാട് അല്ലെങ്കിൽ തൃപ്രയാർ അല്ലെങ്കിൽ ഇന്ന പ്രദേശത്ത്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ നാട്ടിൽ പണ്ട് ദാമോദർ സൺസിന്റെ പിന്നീട് മുതലാളി മാറിയ നാട്ടിക കോട്ടമ്പിലുണ്ടായിരുന്നു. അത് പൂട്ടിപ്പോയിട്ട് കൊല്ലങ്ങളായി, നൂറ്റാണ്ടായി, അരനൂറ്റാണ്ടിൽ അധികമായി. അത്തരത്തിലല്ലാത്ത ധാരാളം സ്ഥാപനങ്ങൾ കേരള സംസ്ഥാനത്ത് 3.5 ലക്ഷം പുതിയ സ്ഥാപനങ്ങൾ കഴിഞ്ഞ 5 കൊല്ലത്തിനുള്ളിൽ സ്ഥാപിക്കപ്പെട്ടുവെന്നാണ് നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. അതിനെ വെല്ലാൻ KK അനിൽകുമാർ, UK ഗോപാലൻ, ശ്രീകുമാർ, രജനി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. KB ഹംസ, M സ്വർണലത ടീച്ചർ, MR ദിനേശൻ, VV പ്രദീപ്, ബിജു കുയിലൻ പറമ്പിൽ, വിജയരാഘവൻ തട്ടുപറമ്പിൽ, പവിത്രൻ, TC ഉണ്ണികൃഷ്ണൻ, സന്തോഷ് KK തുടങ്ങിയവർ നേതൃത്വം നൽകി.
LDF വലപ്പാട് പഞ്ചായത്ത് റാലിയും പൊതുയോഗവും എടമുട്ടം സെന്ററിൽ നടന്നു. മുരിയാന്തോട് സെന്ററിൽ നിന്നും ആരംഭിച്ച റാലി എടമുട്ടം സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം LDF ജില്ലാ കൺവീനർ PK ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. രണ്ടാമനാണ് തന്റെ മകന് ഇന്ത്യ രാജ്യത്ത് ഒരു ഹിന്ദു രാഷ്ട്രമാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടി പറഞ്ഞയച്ചിരിക്കുന്നത് AK ആന്റണി, അനിൽ ആന്റണിയെ. ഒരു ഡീലുമില്ല. കേരള രാഷ്ട്രീയത്തിന്റെ ഭീഷ്മാചാര്യൻ K കരുണാകരൻ, അദ്ദേഹത്തിന്റെ മകൾ പത്മജ, പത്മജ ഇന്നെവിടെയാണ്? ഒരു മരണാനന്തര ബഹുമതി എന്ന പോലെ ആ ഭീഷ്മാചാര്യൻ K കരുണാകരൻ ലഭിച്ചില്ല. പത്മജ ഇന്ന് RSS BJP കേന്ദ്രത്തിൽ ഡീൽ ഇല്ല. TS മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ കൌൺസിൽ അംഗം KK ജോബി, NCP തൃശൂർ ജില്ലാ പ്രസിഡന്റ് CL ജോയ്, VR ബാബു, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ മാഷ്, എടമുട്ടം മേഖലാ കമ്മിറ്റി കൺവീനർ PA രാമദാസ്, ചെയർമാൻ കിഷോർ വാഴപ്പുള്ളി, ജിനേന്ദ്ര ബാബു, AG സുഭാഷ്, അശോകൻ പാലിശ്ശേരി, ചെയർമാൻ രാജൻ പട്ടാട്ട്, വെസ്റ്റ് മേഖലാ കൺവീനർ രാജേഷ ശിവജി, ചെയർമാൻ VR മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. RMPI പിന്തുണയ്ക്കുന്ന UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സുനിൽ ലാലൂരിനെ പിന്തുണച്ച് RMPI തളിക്കുളം ലോക്കൽ കമ്മിറ്റി രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി. യോഗം സംസ്ഥാന പ്രസിഡന്റ് TL സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിന്റെ അമേരിക്കൻ മാതൃകയിൽ വികസിതമായ സംസ്ഥാനമായി ഒരു രാജ്യമായി തിരുക്കൊച്ചിയെ മാറ്റിത്തീർക്കുമെന്നും സ്വതന്ത്ര ഇന്ത്യ രാജ്യത്തിന്റെ ഭാഗമായി തീരാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്കൻ മോഡൽ കൊണ്ടുവന്നപ്പോ ആ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയ വമ്പിച്ച ജനകീയ മുന്നേറ്റത്തിന്റെ ഫലമായിട്ടാണ് പുനഃപ്രവരാനുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നത്. ആ പുനഃപ്രവര സമരത്തിന്റെ ബാക്കിപത്രമായി അതിന്റെ പിറകെ നിന്നുകൊണ്ട് വളർന്നു വന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഇന്ന് 25 വർഷം കഴിയുമ്പോ യൂറോപ്യൻ നിലവാരത്തിലെത്തിക്കുമെന്ന് പറയുന്നു. അതിന്റെ വികസന പ്രവർത്തനം നടത്തുമെന്ന് പറയുമ്പോ ഈ പറയുന്ന പിണറായി വിജയനേക്കാൾ ഒരുപക്ഷെ അന്നത്തെ മാതൃകയായി സർ CP രാമസ്വാമിയെ ഉയർത്തി കാണിക്കുന്നതായിരിക്കും CPM-കാർക്ക് നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശൈലേഷ് ദിവാകരൻ അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി മെമ്പർ മോജിദ മോഹനൻ, മേഖലാ സെക്രട്ടറി KS ബിനോജ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MS ഭാസ്കരൻ, NA സഫീർ എന്നിവർ സംസാരിച്ചു. ഇടവേള. ബിൽടെക് തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം. കമ്മീഷൻ ഇല്ലാതെ ഏറ്റവും വിലക്കുറവിൽ ഫിക്സഡ് പ്രൈസിൽ വീട് പണിക്കാവശ്യമായ എല്ലാവിധ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ബാത്റൂം ഫിറ്റിംഗ്സ്, കിച്ചൺ സിങ്സ്, വാർഡ്രോബ്സ്, മോഡുലാർ കിച്ചൺ, സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ഹാർഡ്വെയർസ് ആൻഡ് ഡോർ ലോക്സ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻഡ് PVC വാട്ടർ ടാങ്ക്സ്, ജനറൽ ഹൗസ് ഹോൾഡ് തുടങ്ങി നിരവധി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഒരേ കുടക്കീഴിൽ അതീവ വിലക്കുറവിൽ ലഭ്യമാകുന്നു. തൃപ്രയാർ പോളി ജംഗ്ഷനിലുള്ള ബിൽടെക്കിന്റെ ഓൾ ഇൻ വൺ ഹാർഡ്വെയർ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം.
ബിൽടെക്, തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം. വേണാട് ഫിനാൻസിൽ നിങ്ങളുടെ സ്വർണ്ണത്തിന് ഇരട്ടി മൂല്യം വരെ ലഭിക്കാവുന്ന അടിപൊളി ഗോൾഡ് ലോൺ സ്കീമുകളുണ്ട്. കൂടാതെ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും ഉയർന്ന പലിശയും ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് ലഭിക്കാവുന്ന ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകളും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാടാനപ്പള്ളി, തൃപ്രയാർ ഷോറൂമുകളിൽ വിഷു, അക്ഷയ തൃതീയ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1 ലക്ഷത്തിൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. സാധാരണക്കാരുടെ സ്വർണ്ണാഭരണ സ്ഥാപനം AG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. മലബാർ മേഖലയിൽ ഫർണിച്ചർ നിർമ്മാണ രംഗത്ത് 25 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി വിലക്കുറവിന്റെയും ഗുണമേന്മയുടെയും പര്യായം തറയിൽ ഫർണിച്ചർ, വാടാനപ്പള്ളി, തൃത്തല്ലൂർ. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് പരിപൂർണതയേകാൻ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാത്ത വിലക്കുറവ് നാടെറിഞ്ഞ മഹനീയ സ്ഥാപനം. ഇനി നിങ്ങളുടെ വീടകങ്ങളും പ്രൗഢിയുള്ളതാവട്ടെ. തറയിൽ ഫർണിച്ചർ, വാടാനപ്പള്ളി, തൃത്തല്ലൂർ. കോൺടാക്ട് 9048 99 9866 9656 55 9866. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്.
വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. തളിക്കുളം സെന്ററിൽ തീ പടർന്ന് പരിഭ്രാന്തി ഉണ്ടാക്കി. വാർഡ് മെമ്പർ EVS സ്മിത്തിന്റെയും RMP പ്രവർത്തകരുടെയും പരിസരവാസികളുടെയും അവസരോചിതമായ ഇടപെടൽ മൂലം വൻ അപകടം ഒഴിവായി. പഴയ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന് വടക്ക് വശത്ത് ഹൈവേയുടെ പടിഞ്ഞാറ് ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പിലാണ് തീപിടുത്തമുണ്ടായത്. സെന്ററിൽ പ്രവർത്തിക്കുന്ന ചായക്കടയോട് ചേർന്ന് വേസ്റ്റ് കത്തിക്കുന്നിടത്തു നിന്നും തീ പടർന്നതായിട്ടാണ് സാധ്യത. നാട്ടുകാർ ചേർന്ന് ഏറെ പണിപ്പെട്ട് തീ അണച്ചതിനാൽ മറ്റിടത്തേക്ക് തീ പടർന്നില്ല. തൃപ്രയാർ സെന്റ് ജൂഡ് ദേവാലയത്തിൽ ഈസ്റ്റർ തിരുക്കർമ്മങ്ങൾ ശനിയാഴ്ച രാത്രി 11:45 ആരംഭിച്ചു. ഫാദർ സ്റ്റീഫൻ അറയ്ക്കൽ മുഖ്യ കാർമ്മികനായി. വികാരി ഫാദർ ടെഡ്സ് കുന്നപ്പള്ളി, കൈക്കാരന്മാരായ റോബിൻസൺ, സോണി എന്നിവർ നേതൃത്വം നൽകി. CLC, KCYM എന്നിവരുടെ നേതൃത്വത്തിൽ ഈശോയുടെ ഉയർപ്പിന്റെ ദൃശ്യാവിഷ്കാരവും നടന്നു. ഈശോയുടെ കല്ലറ സന്ദർശനം ഓർമ്മപ്പെടുത്തുന്ന വിധത്തിൽ പ്രദക്ഷിണവും തുടർന്ന് നോമ്പ് വീടലും നടന്നു. LDF താന്യം പഞ്ചായത്തിൽ 3 മേഖലകളിൽ പൊതുയോഗം സംഘടിപ്പിച്ചു. വടക്ക് മേഖല ജാഥ പെരിങ്ങോട്ടുകര പരിസരത്തു നിന്നും ആരംഭിച്ച് പെരിങ്ങോട്ടുകര 3 കൂടിയ സെന്ററിൽ സമാപിച്ചു. താന്യം തെക്ക് മേഖലാ കമ്മിറ്റിയുടെ റാലി കരുവാങ്കുളം സെന്ററിൽ നിന്നും ആരംഭിച്ച് പെരിങ്ങോട്ടുകര 3 കൂടിയ സെന്ററിൽ സമാപിച്ചു. പെരിങ്ങോട്ടുകര മേഖലാ കമ്മിറ്റിയുടെ റാലി കാനാടിക്കാവ് പരിസരത്തു നിന്നും ആരംഭിച്ച് 3 കൂടിയ സെന്ററിൽ സമാപിച്ചു.
കൂടിയ സെന്ററിൽ ചേർന്ന പൊതുസമ്മേളനം CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം പി സന്തോഷ് കുമാർ MP ഉദ്ഘാടനം ചെയ്തു. UDF-നും ഹാട്രിക്ക് എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം. മൂന്നാം തവണ തുടർച്ചയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരിക വഴി ഹാട്രിക് അടിക്കും. തുടർച്ചയായി മൂന്നാം തവണ പ്രതിപക്ഷത്തിരിക്കുന്നത് വഴി UDF-ഉം ഒരു ഹാട്രിക് അടിക്കും. അതാണ് ഈ ഘട്ടത്തിൽ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത്. ഒരു ദുരന്തത്തിൻ്റെ പേരിൽ പണം പിരിച്ച് ആ പണത്തിന് സുതാര്യതയില്ല. ഒരു ഘട്ടത്തിൽ 54 കോടി എന്ന് പറഞ്ഞു, ഇപ്പം 5 കോടിയായിട്ട് അവ ചുരുങ്ങുന്നു. അവ തന്നെ സ്ഥലമെടുത്തു എന്ന് പറയുന്നു. എപ്പോൾ പണം പിൻവലിച്ചു, ആധാരത്തിൽ കാണിച്ചതിനേക്കാൾ എത്രയോ അധികം തുക സ്ഥലത്തിന് കൊടുത്തു എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ കാര്യങ്ങൾ വീണ്ടും ആപ്പ് ഉണ്ടാക്കാൻ തന്നെ 9 ലക്ഷം രൂപയാണ് ആപ്പ് ഉണ്ടാക്കാൻ. ഇപ്പൊ ആപ്പ് കൊണ്ട് ആപ്പ് ഇപ്പൊ കാണാനില്ല. ആ ആപ്പ് ഉണ്ടാക്കി പണം പിരിച്ച് കോൺഗ്രസ് ആപ്പിലായിരിക്കുന്നു എന്നതാണ് രാഷ്ട്രീയ കേരളത്തിലെ ഇന്നത്തെ ഏറ്റവും പുതിയ കാര്യങ്ങളിൽ ഒന്ന്. ഇവിടെ മാത്രമാണോ ഇത്? നിങ്ങൾ നോക്കൂ, കോൺഗ്രസിന്റെ നേതാക്കന്മാർ അവര് സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി പണം വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ തന്നെ പത്രസമ്മേളനം നടത്തി. 7.5 കോടി രൂപയാണ് AICCയുടെ സംഘടനാ സെക്രട്ടറിയും കൊടിക്കുന്നിൽ സുരേഷ് MP-യും പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീഷ്യൽ സ്റ്റാഫും കൂടെ വാങ്ങിച്ചത്. സിബിൻ സി ബാബു അധ്യക്ഷത വഹിച്ചു. AK അനിൽകുമാർ, താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NA പീതാംബരൻ, MB മുകേഷ്, സുഭാഷ് സുരേഷ്, AK അനിൽകുമാർ, ഷൈനി ബാലകൃഷ്ണൻ, രതി അനിൽകുമാർ, TB മായ എന്നിവർ സംസാരിച്ചു. ചിന്ത്രാപ്പനി SN വിദ്യാഭവൻ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് തുടക്കം കുറിച്ചു. SN ENC ട്രസ്റ്റ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ യാതൊരു തർക്കമില്ലാതെ UP, ഹൈസ്കൂൾ, LP അങ്ങനെ എല്ലാം ഒന്നിച്ച് ഒരു കൂടത്തിൽ ഒരുപോലെ ഒരു അമ്മ പെറ്റമ്മയുടെ പോലെ അങ്ങനെ ആയിരിക്കണം നമ്മുടെ സ്കൂളിൻ്റെ ടീച്ചേഴ്സ്. ഐക്യം അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ ഇടുന്ന ഒരു ദിവസം കൂടിയാണ്. കാരണം ഇവരാദ്യമായിട്ടാണ് കാണാൻ വന്നപ്പോൾ ഞാൻ വളരെയധികം സംശയിച്ചു. ഇത് പല ആളുകളും ഇതുപോലെ വരുന്നു, അതിലൊരു അന്വേഷണം ഒക്കെ തന്നെ. സ്കൂൾ പ്രിൻസിപ്പൽ യാമിനി ദിലീപ്, ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി MS പ്രദീപ്, ട്രസ്റ്റ് മെമ്പർ സുഷമ EK, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ PV സുധീപ് കുമാർ, റിസോഴ്സ് CEO റോബിൻസ് J ആലപ്പാട്, സൈക്കോളജിസ്റ്റ് അബിൻ C ഉബൈദ്, ജിജി ടീച്ചർ എന്നിവർ സംസാരിച്ചു. റോബിൻസ് J ആലപ്പാട് ട്രെയിനിങ്ങിനെ കുറിച്ച് ആമുഖ പ്രഭാഷണം നടത്തി. മണലൂർ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥിയായ TN പ്രതാപന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി വടാനപ്പള്ളി കുട്ടമുഖത്ത് സംഘടിപ്പിച്ച കുടുംബയോഗം ഇന്ത്യയുടെ മുൻ ക്രിക്കറ്റ് ടീം നായകനായ മുഹമ്മദ് അസ്ഹറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. Congress also, and also now what you have been doing, is exemplary. I have not many words to describe him, but he is an outstanding, excellent human being. And coming to the point, I am very happy to come here. I never expected in my life that I would be visiting this place because in cricket I think we are only playing in big cities, but I think politics has given me a chance to go to the remotest of areas in India, because in West Bengal also and Assam also, now in Kerala and all over India I have campaigned, but I think the remotest areas have been is only because of politics. And I think as Ashok Tanwar has already said, യോഗത്തിൽ AICC നിരീക്ഷകനും മുൻ MP-യുമായ അശോകൻ തൻവാർ മുഖ്യപ്രഭാഷണം നടത്തി. യോഗത്തിൽ UDF വടനപ്പള്ളി മണ്ഡലം കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് MA മുസ്തഫ അധ്യക്ഷത വഹിച്ചു. അസംബ്ലി തിരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ അസ്ഹർ അലി തങ്ങൾ, ബ്ലോക്ക് UDF ചെയർമാൻ ദീപൻ മാസ്റ്റർ, തിരഞ്ഞെടുപ്പ് കമ്മിറ്റി മാനേജർ അഡ്വക്കേറ്റ് ദസാലി, UDF മണ്ഡലം കൺവീനർ സിദ്ദിഖുൽ അക്ബർ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുബൈദ മുഹമ്മദ്, IUML നിയോജക മണ്ഡലം പ്രസിഡന്റായ ഷെരീഫ് P, UDF വടനപ്പള്ളി നേതാവ് ഹർഷദ് അമ്പലത്ത് എന്നിവർ സംസാരിച്ചു. മണലൂർ മണ്ഡലം ഇടതു സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ വിജയത്തിനായി കാരമുക്കിലെ കുട്ടിക്കൂട്ടം സൈക്കിൾ റാലി സംഘടിപ്പിച്ചു.
വിളക്കുംകാൽ സെന്ററിൽ നിന്നും തുടങ്ങി പാലാഴി വഴി നാട് ചുറ്റി കണ്ടശാങ്കടവിൽ സമാപിച്ചു. റാലി മണലൂർ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KV വിനോദൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. LDF വാടാനപ്പള്ളി മേഖലാ തിരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യത്തിന് വലിയ അപകടമുണ്ടാക്കുന്ന കാലത്തേക്ക് നമ്മുടെ രാജ്യം പോവുകയാണ്. രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണം രാജ്യത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ലേ. മതന്യൂനപക്ഷങ്ങൾക്കെതിരായി കേസെടുക്കാം, മതന്യൂനപക്ഷങ്ങളുടെ കടകമ്പോളങ്ങൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കാം, അവർ വീടുകൾ ഇടിച്ചു പൊളിക്കാം. ഇതെല്ലാം BJPക്കും സംഘപരിവാറിനും അവരധികാരത്തിലിരിക്കുന്ന സ്ഥലത്ത് നിർബാധം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു, എന്തെങ്കിലും എതിർപ്പുണ്ടാകുന്നു. ഈ രാജ്യത്തെ കോൺഗ്രസ് രാജ്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയല്ലേ. BJPയുടെയും സംഘപരിവാറിന്റെയും അജണ്ടക്കെതിരായിട്ടുള്ള പ്രതിഷേധം രാജ്യത്ത് എവിടെയെങ്കിലും ഉണ്ടോ? കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു സ്ഥലത്തും സംഘപരിവാറിനെതിരായ പ്രതിഷേധം കോൺഗ്രസ് സംഘടിപ്പിക്കുന്നു നമ്മൾ കാണുകയില്ല. ആ സംഘപരിവാറിനൊപ്പം അണിചേരാനുള്ള വ്യഗ്രതയാണ് കോൺഗ്രസ് നേതാക്കന്മാർക്ക്. അഷ്റഫ് വലിയകത്ത് അധ്യക്ഷനായി. സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസ്, KA വിശ്വംഭരൻ, KC പ്രസാദ്, സുരേഷ് മഠത്തിൽ, VA ഷാജുദ്ദീൻ, IN സുധീഷ്, CB സുനിൽകുമാർ, CM നിസാർ, ശാന്തി ഭാസി, അനിത്, ഷൈന, മുഹമ്മദ്, റജീന രാജു, KK അനിൽകുമാർ, പ്രമീള ബൈജു എന്നിവർ സംസാരിച്ചു. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സുനിൽ ലാലൂരിന്റെ പ്രചരണാർത്ഥം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്നും തുടങ്ങിയ നാട്ടിക പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പര്യടനം DCC വൈസ് പ്രസിഡന്റ് CU ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. UDF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ PM സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ അനിൽ പൊളിക്കൽ, VR വിജയൻ, നൌഷാദ് ആറ്റുപറമ്പത്ത്, K ദിലീപ് കുമാർ, മുസ്ലിം ലീഗ് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് KA ഷൌക്കത്ത് അലി, KA കബീർ, നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് P വിനു എന്നിവർ സംസാരിച്ചു. എന്തുകൊണ്ടാണ് ശ്രീ സുനിൽ ലാലൂർ ജയിച്ചു വരേണ്ടതിന്റെ, ശ്രീ സുനിൽ ലാലൂർ വിജയിക്കേണ്ടതിന്റെ, സുനിൽ ലാലൂർ നാട്ടികയുടെ ജനപ്രതിനിധിയാകേണ്ടതിന്റെ, സുനിൽ ലാലൂർ നാട്ടികയുടെ MLA ആകേണ്ടതിന്റെ ആവശ്യകത, അനിവാര്യത ഉറക്കെ പറയുകയാണ്, ഉച്ചത്തിൽ പറയുകയാണ്. നമുക്കറിയാവുന്ന ഒരാളാണ് ശ്രീ സുനിൽ ലാലൂർ. ഒരു കൂട്ടുകാരനായി, ഒരു കൂടപ്പുറപ്പായി, ഒരു കുടുംബാംഗമായി നമുക്ക് കൂട്ടാൻ കഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ട വ്യക്തിത്വത്തിനുടമയാണ് ശ്രീ സുനിൽ ലാലൂർ. സാധാരണക്കാരന്റെ മനസ്സുള്ള ആളാണ്, സാധാരണക്കാരന്റെ സ്വഭാവമുള്ള ആളാണ്, സാധാരണക്കാരന്റെ ഗുണവും ഗന്ധവുമുള്ള ആളാണ് ശ്രീ സുനിൽ ലാലൂർ. ആവശ്യത്തിന് വിവരമുണ്ട്, ആവശ്യത്തിലധികം വിദ്യാഭ്യാസമുണ്ട്, നല്ല വിവേകമുണ്ട്, അതിലേറെ വകതിരിവുണ്ട് ശ്രീ സുനിൽ ലാലൂരിന്. വാടാനപ്പള്ളി വയക്കാട്ടിൽ ശ്രീ മുത്തപ്പൻ ക്ഷേത്ര മഹോത്സവം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. വെള്ളിയാഴ്ച രാവിലെ നട തുറക്കൽ, ഉഷപൂജ, വിഷ്ണുമായ കൊട്ടിലിന്റെ താഴികക്കുടം പ്രതിഷ്ഠ, വിഷ്ണുമായ പ്രതിഷ്ഠ, തുടർന്ന് കലശാഭിഷേകം, വിശേഷാൽ പൂജ,
പ്രസാദ ഊട്ട് എന്നിവ നടത്തി. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം അത്താഴപൂജ, നട അടയ്ക്കൽ, തുടർന്ന് ക്ഷേത്രാങ്കണത്തിൽ വിവിധ നൃത്ത സംഗീത കലാപരിപാടികളുമുണ്ടായി. ശനിയാഴ്ച രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹവനം, കലശപൂജ, കലശാഭിഷേകം, വിശേഷാൽ പൂജകൾ, തുടർന്ന് ശീവേലി, പറനിറയ്ക്കൽ, ഉച്ചപൂജ, പ്രസാദ ഊട്ട് എന്നിവ നടത്തി. വൈകിട്ട് ഗണേശമംഗലം ക്ഷേത്രത്തിൽ നിന്നും താലത്തോടുകൂടി തിറയും പറയും പുറപ്പെട്ട് ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് എഴുന്നള്ളിപ്പ്, ദീപാരാധനയ്ക്ക് ശേഷം നിറമാല, വർണ്ണമഴ, മദ്ദള, കേളി, കൊമ്പ്, പറ്റ്, കുഴൽപ്പറ്റ്, തായമ്പക, അത്താഴപൂജ, എഴുന്നള്ളിപ്പ്, പുലർച്ചെ ഗുരുതി കർമ്മം, മംഗളപൂജ എന്നിവയും ഉണ്ടായിരുന്നു. ക്ഷേത്ര ഭാരവാഹികളായ പ്രസിഡന്റ് VS ജ്യോതിവാസ്, സെക്രട്ടറി VS സുധീർ, ട്രഷറർ VP ബിനേഷ്, രക്ഷാധികാരി VB ഗീതാനന്ദൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. CPM അന്തിക്കാട് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയും DYFI പടിയം മേഖലാ കമ്മിറ്റിയും സംയുക്തമായി നിർമ്മിച്ച ചിറക്കോലി വിജിത്ത് സ്മാരക മണ്ഡപം CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. PR ഷിബു അധ്യക്ഷനായി. AV ശ്രീവത്സൻ, KV രാജേഷ്, TI ചാക്കോ, CPIM കൊട്ടാരപ്പറമ്പ് ബ്രാഞ്ച് സെക്രട്ടറി സുനിത ബാബു, VD അനിൽകുമാർ, ഫൈസൽ അന്തിക്കാട്, AI അബ്ദുൽ ഗഫൂർ, അബ്ദുൽ ജലീൽ എടയാടി, VP പ്രേംശങ്കർ, ജനപ്രതിനിധികളായ മേനക, മധു, സംഗീത ഷിബു, രാജീവ് സുകുമാരൻ, EG ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. റവന്യൂ വകുപ്പിലെ സീനിയർ ക്ലർക്കായിരുന്ന ചിറാക്കോലി വിജിത്ത് ജോലി കഴിഞ്ഞുള്ള യാത്രക്കിടയിൽ കേച്ചേരിയിൽ വെച്ച് ബൈക്കിൽ നിന്നും കുഴഞ്ഞു വീണു മരിക്കുകയായിരുന്നു. നാട്ടിലേറെ പ്രിയപ്പെട്ടവനായിരുന്ന വിജിത്തിന്റെ ഓർമ്മയ്ക്കായി മരിച്ച 3-ാം ദിവസമാണ് സ്മാരകമുയർന്നത്. ഒരു നാടിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പൊതുപ്രവർത്തകൻ എന്ന നിലയിലാണ് ഈ നാട്ടുകാർ വിജിത്ത് എന്ന കുട്ടാരുവിന് ഒരു സ്മാരക മണ്ഡപം നിർമ്മിച്ചിട്ടുള്ളത്. ഈ നാടിൻ്റെ പ്രകാശഗോപുരമായി അദ്ദേഹം എക്കാലവും സ്മരിക്കപ്പെടും. ഒരു നാട് ഏറ്റവും സ്നേഹപൂർവ്വം ഹൃദയഹാരിയായി കാണുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകൻ, ഈ നാട്ടിലെ ഓരോ മനുഷ്യരുടെയും ഏറ്റവും അടുത്ത ബന്ധു എന്ന നിലയിൽ അവരെല്ലാം കരുതുന്ന ഒരു പൊതുപ്രവർത്തകൻ. ആ വികാരമാണ് ഇന്ന് ഈ സ്മാരക മണ്ഡപം ഉദ്ഘാടന ചടങ്ങിൽ അലയടിച്ചത്. എക്കാലവും അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിൽക്കട്ടെ. പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരായി അനേകം ആളുകൾ ഈ ദീപശിഖ ഏറ്റട്ടെ, അത് തലമുറകളിലേക്ക് കൈമാറട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറയും. തൃപ്രയാർ താന്യം സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിൽ ഉയർപ്പ് തിരുനാൾ ആഘോഷിച്ചു. ഇടവക വികാരി ഫാദർ ടെഡ്സ് കുന്നപ്പള്ളി മുഖ്യ കാർമ്മികനായി. ഈസ്റ്റർ തിരുകർമ്മങ്ങൾ രാത്രി 11:45 ആരംഭിച്ചു. തുടർന്ന് സ്നേഹവിരുന്നുണ്ടായിരുന്നു. ഇടവക കൈക്കാരന്മാരായ സിജോ ചിറയത്ത്, ഫെബി തോട്ടുങ്ങൽ, പ്രതീഷ് ജോസ് എന്നിവർ നേതൃത്വം നൽകി. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സുനിൽ ലാലൂരിന്റെ റോഡ് ഷോ നയിച്ച് മുൻ KPCC പ്രസിഡന്റ് K സുധാകരൻ.
അവണിശ്ശേരി ആനക്കല്ല് സെന്ററിൽ നിന്നും ആരംഭിച്ച പാലക്കൽ കോടന്നൂർ ആലപ്പാട് ചാഴൂർ പെരിങ്ങോട്ടുകര നാലുംകൂടിയ ജംഗ്ഷൻ മൂന്നുംകൂടിയ ജംഗ്ഷൻ പഴുവിൽ ചിറക്കൽ ചേർപ്പ് എന്നീ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് പെരുമ്പിള്ളിശ്ശേരി സെന്ററിൽ സമാപിച്ചു. കോൺഗ്രസ് നേതാക്കളായ ജോസ് വള്ളൂർ, നൌഷാദ് ആറ്റുപറമ്പത്ത്, അനിൽ പുളിക്കൽ, കെ അശോകൻ, റോസ്ലി, സിജോ ജോർജ്, ഷൈജു സായിറാം, PI ഷൌക്കത്ത് അലി, പ്രിയൻ പെരിഞ്ചേരി, ഉണ്ണികൃഷ്ണൻ, ജോഷി ആലപ്പാട്, ടോണി, ആൻഡോ തൊറൈൻ എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വാടാനപ്പള്ളിയിലും വോട്ടിന് കിറ്റ്, പ്രതിഷേധവുമായി UDF-ഉം LDF-ഉം. അന്തിക്കാട് നിയന്ത്രണം വിട്ട കാർ ഹോട്ടലിലേക്ക് ഇടിച്ചു കയറി 3 പേർക്ക് പരിക്കേറ്റു. റാലിയും പൊതുയോഗങ്ങളുമായി തിരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.